ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻ്ററിൽ ഇങ്ക് എങ്ങനെ നിറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ 2332 എന്ന് പറഞ്ഞൊരു മോഡൽ പ്രിൻ്ററാണ് ഈ കാണുന്നത്. അതായത് HP ഇങ്ക്ജെറ്റ് 2332 ആ മോഡൽ പ്രിൻ്റർ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പുതിയ പ്രിൻ്റർ ആയതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൻ്റെ മഷി ഒരു ദിവസം പ്രിൻറ്റ് ചെയ്തപ്പോൾ പെട്ടെന്നൊരു കളർ വ്യത്യാസം. അപ്പോൾ ഞാൻ ടെസ്റ്റ് പ്രിൻ്റ് എടുത്ത് നോക്കിയപ്പം യെല്ലോ ഇങ്ക് തീർന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ റിവ്യൂ ഒരുപാട് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ കളർ വ്യത്യാസം വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഞാനൊരു ഇതെടുത്തിരുന്നു, ഒരു ടെസ്റ്റ് പ്രിൻറ്റ്. നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും, കാണിച്ചു തരാം. അതിൽ നമുക്ക് ഈ കളർ ഇങ്കിൻ്റെ കളറെല്ലാം കാണാം. 3 കളറാണുള്ളത്: സിയാൻ, മജന്ത, യെല്ലോ. അങ്ങനെ 3 കളറാണുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇത് മൊത്തം പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബ്ലാക്ക് എല്ലാ കളറും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രിൻറ്റ് ചെയ്തപ്പോൾ യെല്ലോ കളറാണ് ഇല്ലാതെ വന്നത്. ഞാൻ അപ്പം തന്നെ വേഗം ഒരു ടെസ്റ്റ് പ്രിൻറ്റ് എടുത്തു. അതിൻ്റെ റിസൾട്ടാണിത്. അതിൽ കണ്ടോ, യെല്ലോ ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. മറ്റത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, അതിൽ യെല്ലോ ഇല്ല. ആദ്യത്തേലുണ്ട്, രണ്ടാമത്തെ ഇല്ല. അപ്പോൾ നമുക്ക് അത് വെച്ച് എന്താ സംഭവിച്ചത്, നമുക്കൊരു ഫോട്ടോ ഒരെണ്ണം പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു കളർ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്. പ്രിൻ്റർ നമുക്കൊന്ന് ഓണാക്കാം. ഈ പ്രിൻ്ററിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൽ പ്രിൻറ്റിങ്ങും സ്കാനിങ്ങും ഉണ്ട്. വളരെ വില കുറവാണ്. ഈ പ്രിൻ്ററിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, മഷിയുടെ ലിങ്കും കൊടുത്തേക്കാം. ഇപ്പോൾ നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതായത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ബുക്ക് കണ്ടോ, ഇതിലിപ്പോൾ ഒരുമാതിരി എല്ലാ കളറും ഇതിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ചേർത്ത് വെക്കുക. അതിനുശേഷം സ്കാനർ അടച്ചിട്ട് നമുക്കൊരു ഇവിടെ ഫോട്ടോ കോപ്പി ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ കോപ്പി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഫോൺ വഴിയും പറ്റും, ആപ്പ് ഉപയോഗിച്ച്. തൽക്കാലം നമുക്കൊരു കളർ പ്രിൻറ്റ് തന്നെ കൊടുക്കാം. ഇവിടെ ഞെക്കിയാൽ മതി. പേപ്പർ കുറവാണ്, ചിലപ്പോൾ ചുളുങ്ങി കയറും. നമുക്ക് നോക്കാം. പേപ്പർ വലിച്ചിട്ടുണ്ട്. ഇനി ഇതുവഴി പ്രിൻറ്റ് ചെയ്ത് ഇറങ്ങി വരും. പ്രിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം, എന്താ സംഭവിച്ചതെന്ന്. ഇത് ഒറിജിനൽ, ഇതിപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്തത്. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. കണ്ടോ, KTM ഈ കളറായിരുന്നു, ഇതിൽ വന്നപ്പോൾ ഈ കളറായി. ഇതിൽ മിക്ക കളറും ഇല്ല. കണ്ടോ, ഒരു നല്ല ഷെയ്ഡ് വ്യത്യാസമില്ലേ. അതാണിപ്പോൾ സംഭവിച്ചത്. പുതിയ പ്രിൻ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ കളർ പ്രിൻറ്റ് ചെയ്യുമല്ലോ. ബ്ലാക്ക് എല്ലാം ഉണ്ട്, കളറിനാണ് പ്രശ്നം പറ്റി. മഞ്ഞ കളറാണ് പ്രശ്നം പറ്റിയത്. കണ്ടോ, യെല്ലോ ഇല്ല. യെല്ലോയുടെ സ്ഥാനത്ത് വെറും ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണ്. യെല്ലോ ഒന്നും ഒട്ടുമില്ല. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ ഇല്ല. അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നിങ്ങളെ കാണിച്ചതല്ലേ. ഇനി നമുക്ക് ഇങ്ക് നിറച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇങ്ക് കാർട്രേജ് എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പ്രിൻറ്റ് ചെയ്യുന്ന ഈ അടപ്പില്ലേ, ഇതിനടിയിൽ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിലോട്ട് മാറി ഇരിപ്പുണ്ട്. കേട്ടോ, ഇത് കളറ്, ഇത് ബ്ലാക്ക്. ഇതിനകത്താണ് 3 കളർ വരുന്നത്. ഇതാണ് നമുക്ക് ഊരിയെടുത്ത് ഇപ്പോൾ റീഫിൽ ചെയ്യേണ്ടത്. താഴോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് ഊരിയെടുക്കാം. കണ്ടോ, താഴോട്ട് ഊരുക, നേരെ ഊരിപ്പോരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടാൻ പാടില്ല. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഇവിടെ ഒരു കാരണവശാലും കൈകൊണ്ട് ടച്ച് ചെയ്യാനേ പാടില്ല. ഇതുവഴിയാണ് മഷി കയറി വരുന്നത്. നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കേണ്ട സ്ഥലം ഇതാണ്. കണ്ടോ, 3 കളർ. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇങ്ക് വാങ്ങിച്ചത്. നമുക്ക് ഇങ്കിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തുറക്കുമ്പോൾ ഇതുപോലെ ബില്ലും കാര്യങ്ങളുമാണ്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എയർ സക്കിങ് ഉള്ള ഒരു ടൂളാണ്. പിന്നെ നമുക്ക് കുറേ ഫ്രിഞ്ചുകൾ വരുന്നുണ്ട്. ഈ ഫ്രിഞ്ച്, ഓരോ ഫ്രിഞ്ചും ഓരോ കളർ ഉപയോഗിക്കാനാണ്. പിന്നെ ഒരു ഗ്ലൗസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മഷി സിയാൻ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബ്ലാക്ക്. പിന്നെ ഉള്ളത് യെല്ലോ. പിന്നെ ഉള്ളത് ഇതാണ് മജന്ത. ഈ 4 കളറാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിന് മൊത്തത്തിൽ നമുക്ക് ചിലവായത് 370 രൂപ മറ്റോ ആണ്. അത്രയും കാശാണ് ഇതിനായത്. ഇത്രയും സാധനത്തിന് ഒരു എല്ലാം ഇതുണ്ട്. ഇവർ പറയുന്നത് മൊത്തം 6000 പേപ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിലുണ്ടെന്നാണ്. നമ്മുടെ ഒരു കാർട്രേജിലുള്ളത് വെറും 100 ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ.
അപ്പോൾ നമ്മൾ ഇങ്കും സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 3 ഇങ്കാണ് നിറയ്ക്കാൻ പോകുന്നത്. ബ്ലാക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുണ്ട്, അത് കുറയുമ്പോൾ നിറയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു എയർ സക്കിങ് ടൂളിൻ്റെ. അതിനകത്ത് എയർ സക്കിങ് ടൂളിൽ ഇതാണ് എയർ സക്കിങ് ടൂള്. ഇത് ഒരു റബ്ബറിൻ്റെ ഇത് വരുന്നുണ്ട്. ഒരു അതിൽ 2 തരത്തിലുണ്ട്. ഈ നീളം കൂടിയത് ബ്ലാക്കിന് മറ്റേ ബ്ലാക്കും ഇങ്കിനും കാട്രേജിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് ചെറുതാണ് മറ്റേ ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ കാട്രേജ്. ഇത് 2 തരത്തിൽ ഫില്ല് ചെയ്യാം. ഈ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹോളുകൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോള് ഇത് ഇവിടെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പം ആ ഹോളിൻ്റെ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ വീഡിയോയിൽ കാണാഞ്ഞിട്ടാണ്. ഇവിടെ 3 അടയാളം വന്നിട്ടുണ്ട്. അങ്ങനെ 3 കളറാണുള്ളത്. മേലിലൊരു ഹോള്, താഴത്ത് 2 എണ്ണം, ഇപ്പുറത്ത് 2 എണ്ണം. പക്ഷേ ഇപ്പുറത്തെ 2 എണ്ണത്തിൽ മേലിലുള്ളതിലാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. അത് ഏതൊക്കെ കളറാണെന്ന് മാറിപ്പോകരുത്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ പല വീഡിയോയിലും പല ഇതാണ് പറയുന്നത്. അതുകൊണ്ട് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കളഞ്ഞാൽ മതി, പുതിയത് മേടിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് ഉറപ്പാക്കിയിട്ട് നിറയ്ക്കാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സക്കിങ് ടൂളിലോട്ട് ആദ്യം ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരു പോർഷനിൽ ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിത് ആദ്യമേ നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണമായിരിക്കും നല്ലത്. പക്ഷെ അതിങ്ങനെ ഇങ്ങനെ പിടിച്ചോണം, മുഴുവനായിട്ടും ലോക്ക് ചെയ്യണ്ട. ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിവിടെ വെച്ചിട്ട് ആദ്യം നമ്മളൊരു ലീക്ക് വരാതിരിക്കാനായിട്ടൊരു പേപ്പർ, ടിഷ്യൂ പേപ്പർ എടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇത് വെച്ച് നമുക്ക് ആദ്യം ഒരു 3 സിറിഞ്ച് ഉണ്ടല്ലോ, ആദ്യത്തെ സിറിഞ്ച് എടുക്കുക. സ്റ്റിക്കർ പറിച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഹോൾ വഴി സൂചി ഇട്ടിട്ട് അതിൻ്റെ കളർ ഏതെന്ന് ചെക്ക് ചെയ്യും. സ്പോഞ്ചിൽ കറച്ച് ഇറക്കിയിട്ട് പുറത്തിറക്കിയിട്ട് ടിഷ്യൂ പേപ്പറിൽ വരച്ച് നോക്കി. ഒരു കളറും വരുന്നില്ല, കളറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ തുറക്കേണ്ടി വരും. കളറിനകത്തൊട്ടും ഇല്ല, അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. കണ്ടോ, ഇപ്പോൾ ഞാൻ സ്റ്റിക്കർ പറിച്ച് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഈ ഒരു സൈഡ് കണ്ടോ, ഇവിടെയാണ് റെഡ് കളർ മജന്ത വരുന്നത്. ഇവിടെ യെല്ലോ ചെറിയൊരു ഡോട്ട് കാണാം. ഇവിടെ ബ്ലൂ, സിയാൻ. അങ്ങനെ 3 കളറാണ് ഉള്ളത്. നേരത്തെ നമുക്ക് ഒട്ടും കണ്ടായിരുന്നു, സ്പോഞ്ച് വെറും വെളുത്ത കളറായിപ്പോയി. അതായത് കളർ മൊത്തം തീർന്നു ഇതിനകത്ത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിറിഞ്ചിൽ ഓരോന്നും എടുത്ത് നിറയ്ക്കാൻ പോവുകയാണ്. 1.5 മില്ലിയാണ് നമുക്കിതിന് ആവശ്യം. ഇതിൽ 5 എന്നൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. 5 വരെയുണ്ട്, അതായത് അര, 1, 1.5. ഈ 1.5 അത്രയും മതി. എന്നിട്ട് നമ്മൾ ഓരോന്നിലോട്ടും നിറച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുവഴി വേറൊരു സിറിഞ്ചിട്ട് സക്ക് ചെയ്ത് ആ എയർ ഉണ്ടെങ്കിൽ എയർ എടുക്കും. അതാണ് അതിന് മുമ്പായിട്ട് നമ്മൾ വെച്ചിട്ട് മഷിയെല്ലാം നിറച്ചെടുക്കാം. അത് കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞ ഇങ്ക് എടുത്തിട്ട് 1.5 മില്ലി. അപ്പോൾ 1.5 മില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എടുത്തിട്ട് വേഗം തന്നെ ഇതിൻ്റെ അടപ്പടച്ച് വെക്കണം. ഇത് പെട്ടെന്ന് ഇത് ഹാർഡായി പോണ റിങ്കാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ക്യാപ്പ് അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ 3 എണ്ണം നിറച്ചിട്ടുണ്ട്. ഇതാണ് ബ്ലൂ, സിയാൻ ഇങ്ങ് ഏറ്റത്താണ് വരുന്നത്. ബ്ലൂ കളർ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിങ്ങനെ ചരിച്ച് പിടിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട്, അതായത് ചരിച്ച് പിടിക്കുന്നതെന്ന് വെച്ചാൽ മരങ്ങ വീഴാതിരിക്കാനാണ്. സൂചി മുഴുവനായിട്ട് ഇറക്കണ്ട, ഒരു പകുതി എന്നിട്ട് പതിയെ സ്ലോലി ആ സ്പോഞ്ചിലോട്ട് ഇറങ്ങുന്ന വിധത്തിൽ. ഓക്കെ, അത് നിറഞ്ഞു. അത് മാറ്റി വെച്ചിട്ട് അടുത്ത യെല്ലോ ഇങ്ങേറ്റത്ത്. അത് ഇതുപോലെ സൂചി പകുതി. എല്ലാം കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേണ്ടത് മജന്ത. അതങ്ങ് ടോപ്പിൽ ഇവിടെ അതും ചരിച്ച് പിടിച്ച്
അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും 3 ഫില്ലായതായിട്ട് നമുക്കിവിടെ കാണാം. ഇനി ജസ്റ്റ് നമ്മളിവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ വരുന്നത് കണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയർ ഉണ്ടാവും, കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ സക്ക് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിഞ്ച് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു സ്പ്രിഞ്ച് കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. പതിയെ ഒന്ന് സക്ക് ചെയ്യുക, കുനിച്ച് പിടിച്ച്. കണ്ടോ വരുന്നത് കണ്ടോ? കുറച്ച് വലിച്ചെടുത്താൽ മതി. അതിന് ശേഷം അത് ഊരിയെടുക്കാം. എല്ലാം മാറ്റി വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ നിന്ന് ഇത് ഇങ്ക് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. ഊരിയെടുക്കാം. ഉണ്ട് ഇതിനകത്ത് കുറച്ച് കിടപ്പുണ്ട്. ഇവിടെ പ്രസ് ചെയ്യുക. ഉണ്ട് ഇപ്പോൾ എല്ലാ കളറും വന്നിട്ടുണ്ട്. പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക. തീരണ വരെ പ്രസ് ചെയ്യണം. ഇതുപോലെ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ? ഇല്ല, തീർന്നു. ആ 3 കളറ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് കണ്ടോ? കണ്ടോ 3 കളറ്. ഇപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് മിഷ്യത്തിലോട്ട് നമ്മുടെ പ്രിൻ്ററിലോട്ട് കണക്ട് ചെയ്തിട്ട് ആദ്യം ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്ത ബുക്ക് വീണ്ടും ഒന്നുകൂടെ പ്രിൻറ്റ് ചെയ്യാം. നമ്മൾ പറയാൻ മറന്നുപോയി, നേരത്തെ നമ്മൾ ആ പറിച്ചെടുത്തൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും ഇതിലോട്ട് തന്നെ ഒട്ടിച്ച് വെക്കാൻ പോവാണ്. നമ്മൾ വീണ്ടും ഒട്ടിച്ച് നമ്മൾ ആ പഴയ പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രിൻ്ററിൽ വെച്ച് ബാക്കി ടെസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് പ്രിൻറ്റ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം. ക്ലോസ് ചെയ്തു, ഇത് തുറന്നു. നമുക്ക് പ്രിൻ്റർ ഫസ്റ്റ് ഓണാക്കാം. പ്രിൻ്റർ ഓണായിട്ടുണ്ട്. ടെസ്റ്റ് പ്രിൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ ക്ലോസ് ബട്ടണും ഈ ബട്ടണും കൂടെ ഒരുമിച്ച് ഞെക്കുവാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് പ്രിൻറ്റ് വരും. പവർ ബട്ടൺ ഞെക്കി ക്ലോസ് ബട്ടൺ കൂടെ ഞെക്കി പേപ്പർ വലിച്ചിട്ടുണ്ട്. കാണാം, ലൈവായിട്ട് ടെസ്റ്റ് പ്രിൻറ്റ് തന്നെ കാണാം. കണ്ടോ? നോക്കിയേ, യെല്ലോ കളർ കറക്റ്റായിട്ടില്ലേ നോക്കിയേ. നമുക്ക് നേരത്തെ എടുത്ത ടെസ്റ്റ് പ്രിൻ്റ് എല്ലാം കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുത്ത ടെസ്റ്റ് പ്രിൻറ്റ് പ്രിൻ്റർ മേടിച്ച സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് എടുത്ത ടെസ്റ്റ് പ്രിൻറ്റ് കാണിച്ചു തരാം. നേരത്തെ എടുത്ത ടെസ്റ്റ് പ്രിൻ്റാണിത്. ഇതിൽ കണ്ടോ യെല്ലോ ഇല്ല, ഇതിൽ യെല്ലോ വന്നിട്ടുണ്ട്. കണ്ടോ? കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്നുകൂടെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ? നമ്മൾ നേരത്തെ ഈ ഒരു ബുക്കല്ലായിരുന്നു പ്രിൻറ്റ് ചെയ്തത്. വീണ്ടും നമ്മൾ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്കാനർ ഓണാക്കി തുറന്നു വെച്ചു ക്ലോസ് ചെയ്ത് ഒരു കളർ പ്രിൻ്റ് തന്നെ കൊടുക്കുക. പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യം പ്രിൻറ്റ് ചെയ്ത ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നതും കൂടെ ഇതിൻ്റെ ഒപ്പം വെക്കാം. നമുക്ക് ആ വ്യത്യാസം അറിയണമല്ലോ. ഇത് മഷി ഇല്ലാഞ്ഞപ്പോഴാണ്, നമ്മൾ മഷി നിറയ്ക്കുമ്പോഴതാണ്. ഉണ്ടോ? മഷി നിറച്ചു. നോക്കിയേ, വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാമല്ലോ. നമുക്ക് ആ പ്രിൻറ്റ് ചെയ്തതും കൂടെ ഒന്ന് ഒറിജിനലും കൂടെ ഒന്ന് എടുക്കാം. ഇത് ഒറിജിനൽ കണ്ടോ? ഇതിപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്തത്.
ഇത് നമ്മൾ മഷി ഇല്ലാഞ്ഞപ്പോൾ പ്രിൻറ്റ് ചെയ്തത്, ഇപ്പോൾ മഷി നിറച്ച് കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്തത്. ഇത്ര വ്യത്യാസം നോക്കിയേ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ഒരു തിളക്കോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നോക്ക്. ഈ ബുക്കിനൊരു ചെറിയ തിളക്കമുണ്ട്, അതിൻ്റെയാണിത്. ഇത് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കാട്രേജിൽ നമ്മൾ ഫുള്ളായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ 1250 രൂപയൊക്കെ വരും. അതിൽ 100 ഫോട്ടോയെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇതേപോലെ ഇങ്ക് മാത്രമായിട്ട് മേടിക്കുവാണെങ്കിൽ ഈ ഇങ്കിനകത്ത് കണ്ടോ ഇഷ്ടം പോലെ ഇങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ 1.5 മില്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. നോക്കി, ഇതിനകത്ത് 100 മില്ലി ഉണ്ട്. 1.5 മില്ലിയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ 100 മില്ലി ഇനി കിടക്കും. ഇനി 1.5 മില്ലി കഴിഞ്ഞ് ബാക്കിയുണ്ട്. ഇതിൽ 250 എഴുതിയേക്കണം. മൊത്തം മൂലയും കൂടെ 370 ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനും പ്രിൻ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനും എല്ലാം കൂടി ഞാൻ ഇട്ടേക്കാം, ലിങ്കും എല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ വിലപ്പെട്ട കമൻസാണ്, അതും തരിക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക്